ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു സാക്ഷിയായിട്ട് ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പാകെ തിരുവചനവുമായിട്ട് നിൽക്കുവാൻ കർത്താവ് എനിക്ക് തന്ന കൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യെശയ്യാ പ്രവാചന പുസ്തകം 55 അധ്യായം 6 വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ. യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിപ്പിൻ. അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പീൻ. അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പിൻ. യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിപ്പിൻ. അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പിൻ. ക്രിസ്തുവിൻ്റെ വചനം നാം കേൾക്കുമ്പോൾ യഹോവ അടുത്തിരിക്കുന്ന സമയമാണ്. അവനെ കണ്ടെത്താവുന്ന സമയം ഇതുതന്നെയാണ്. വചനം പറയുന്നു, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. ഇന്നീ സമയത്തിന് പ്രാധാന്യമുണ്ട്. നാളെ ഞാൻ എന്താകുമെന്ന് ദൈവത്തിന് അറിയേണ്ട ആവശ്യമില്ല. ഇന്നലെ വരെ ഞാൻ എന്തായിരുന്നു എന്നുള്ളതും ദൈവത്തിന് അറിയേണ്ട ആവശ്യമില്ല. ഇന്ന് എൻ്റെ മനോഭാവം എന്താണ്, ഇന്നത്തെ എൻ്റെ അവസ്ഥ എന്താണ്, ഇന്നലെ വരെയുള്ള സമർപ്പണങ്ങളൊന്നുമല്ല നാം ഇന്ന് ചിന്തിക്കേണ്ടത്. ഇന്ന് എനിക്ക് എന്താണ് ദൈവത്തോട് പറയാനുള്ളത്? ഇന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ എനിക്ക് എന്നെ തന്നെ സമർപ്പിക്കാൻ ഞാൻ തയ്യാറാണോ? എൻ്റെ പാപങ്ങളെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണോ? യേശുവിനെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കാൻ ഞാൻ തയ്യാറാണോ? ജീവൻ്റെ പുസ്തകത്തിൽ എൻ്റെ പേരുണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ? യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിപ്പിൻ. അവൻ അടുത്തിരിക്കുമ്പോൾ തന്നെ അവനെ വിളിച്ചപേക്ഷിപ്പിൻ. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ, ഇന്ന് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, യേശു നിങ്ങളുടെ തൊട്ടടുത്ത് വചനവുമായിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങളോട് സ്നേഹമുള്ളതുകൊണ്ട് അവൻ നിങ്ങളോട് വാദിക്കുകയാണ്. വചനത്തിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ ചിന്തിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 4 അധ്യായം 13 വാക്യം. അവർ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരെന്ന് ഗ്രഹിക്കാലും ആശ്ചര്യപ്പെട്ടു. നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ 4 അധ്യായമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരെന്ന് ഗ്രഹിക്കാലും ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോടുകൂടെ ആയിരുന്നവർ എന്നും അവരറിഞ്ഞു. യേശുവിൻ്റെ ശിഷ്യന്മാരാണെന്ന് അറിഞ്ഞു. ഒരിക്കൽ ഇവർ യേശുവിനെ വിട്ട് ഓടിക്കളഞ്ഞവരാണെന്ന് അവർക്കറിയാം. യേശുവിനെ തള്ളി പറഞ്ഞവരാണെന്നറിയാം. ഇവർ ചിതറിപ്പോയവരാണെന്നറിയാം. പക്ഷേ പൂർവാധിക ശക്തിയോടെ ഇവർ എങ്ങനെയാണ് തിരിച്ചു വന്നിരിക്കുന്നത്? ഇവർക്ക് എവിടെ നിന്നാണ് ഈ ധൈര്യം? ഇവർക്ക് എവിടെ നിന്നാണ് ഈ ശക്തി? ഇവരുടെ വചനത്തിലൂടെ വ്യാപരിക്കുന്ന ശക്തി മൂലം അനേകർ മാനസാന്തരപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അനേക പാപികൾ ഇവരുടെ വചനം കേൾക്കുമ്പോൾ കരയുന്നത് എന്തുകൊണ്ടാണ്? ആ അന്നത്തെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരുമായ അനേകരുണ്ട്. അവരെല്ലാമാണ് ഇവരുടെ ധൈര്യം കണ്ട് ആശ്ചര്യപ്പെട്ടത്. അവർ ചിന്തിച്ചു, ഞങ്ങൾ പ്രസംഗിച്ചിട്ട് ജനം മാനസാന്തരപ്പെടുന്നില്ലല്ലോ, ജനം അഴിഞ്ഞാണി കിടക്കുകയാണല്ലോ, വചനപ്രകാരം അവർ ജീവിക്കുന്നില്ലല്ലോ, വചനത്തിന് ഗൗരവം കൊടുക്കുന്നില്ലല്ലോ, അവർ ഈ ലോകത്തോടെ ഇടപഴകി ജീവിക്കുകയാണല്ലോ, ലോകമയത്വം ഇന്ന് എല്ലാവരിലും വാണിരിക്കുകയാണല്ലോ, അവരുടെ ലോകമയത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാനായിട്ട് ഞങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ. 5 വാക്യം, 4 അധ്യായം 5 വാക്യം. പിറ്റേന്നാൾ അവരുടെ പ്രമാണികളും മൂപ്പന്മാരും ശാസ്ത്രിമാരും യെരൂശലേമിൽ ഒന്നിച്ചുകൂടി. മഹാപുരോഹിതനായ ഹന്നാവും കയ്യാഫാവും യോഹന്നാനും അലക്സന്തരും മഹാപുരോഹിത വംശത്തിലുള്ളവർ ഒക്കെയും ഉണ്ടായിരുന്നു. മഹാപുരോഹിത വംശത്തിലുള്ളവരെല്ലാവരും ഉണ്ട്. യഹൂദന്മാരുടെ പ്രമാണികൾ, മൂപ്പന്മാർ, ശാസ്ത്രിമാർ എല്ലാവരും കൂടി ഒന്നിച്ചു കൂടിയിരിക്കുകയാണ്. അവരാണ് ആശ്ചര്യപ്പെടുന്നത്, അവരാണ് അത്ഭുതപ്പെടുന്നത്. ഇവർക്ക് ഈ ശക്തി എവിടെ നിന്ന്? അപ്പോൾ അവർ ചോദിക്കുകയാണ്, 7 വാക്യം, ഏത് ശക്തി കൊണ്ടോ ഏത് നാമത്തിലോ നിങ്ങൾ ഈ അത്ഭുതങ്ങളെല്ലാം ചെയ്യുന്നു? നിങ്ങൾക്ക് ഇത്ര ശക്തി കിട്ടുന്നത് എവിടെ നിന്നാണ് എന്ന്. ദൈവത്തിന് മഹത്വം. അപ്പോൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ പത്രോസ് പറയാണ്, 8 മുതലുള്ള വാക്യം. പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞത്, ജനത്തിൻ്റെ പ്രമാണികളും മൂപ്പന്മാരുമായുള്ളവരെ, ഈ ബലഹീന മനുഷ്യനുണ്ടായ ഉപകാരം നിമിത്തം ഇവൻ എന്തൊന്നിനാൽ സൗഖ്യമായി എന്ന് ഞങ്ങളെ ഒന്ന് വിസ്തരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായി നസ്രായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി. നസ്രായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നു. അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരുവന് സൗഖ്യം കിട്ടി. ഭിക്ഷ അയച്ചുകൊണ്ടിരുന്നവനായിരുന്നു. വല്ലതും തരണമേ എന്ന് പറഞ്ഞ് അയച്ചപ്പോൾ പത്രോസും യോഹന്നാനോട് അവനെ ഉറ്റുനോക്കി. ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. വല്ലതും കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് അവൻ അവരെ നോക്കിയതാണ്. അപ്പോൾ പത്രോസ് പറഞ്ഞു, വെള്ളിയും പൊന്നും എനിക്കില്ല, പക്ഷേ എനിക്കൊരു കാര്യമുണ്ട്. എന്താണത്? എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ നീ നടക്കാം. അമ്മയുടെ ഗർഭം മുതൽ മുടന്തനാണ്.
പിന്നീട് കാണുന്നത് അവൻ യേശുവിൻ്റെ നാമത്തിൽ നടക്കുകയാണ്, തുള്ളുകയാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇത് കണ്ടിട്ട് ജനം മുഴുവൻ ഇളകി. ഇത് കണ്ടിട്ട് മഹാപുരോഹിതന്മാരെല്ലാം അസ്വസ്ഥരായി. പ്രത്യക്ഷമായ ഒരു അടയാളം ഈ മുക്കുവന്മാർ ചെയ്തിരിക്കുകയാണ്, നമുക്ക് കഴിയാത്തവർ ചെയ്തിരിക്കുകയാണ്. നിങ്ങളുടെ ശക്തി എവിടെ നിന്നാണ്? വീണ്ടും 12-ാം വാക്യം, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഇവർക്ക് ഒന്ന് മാത്രമേ അറിയാൻ പാടുള്ളൂ. പ്രിയമുള്ളവരെ, ഇവർക്ക് ഒന്ന് മാത്രമേ അറിയാൻ പാടുള്ളൂ, യേശുവിനെ ഉയർത്താൻ. മറ്റൊരുവനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഒരു വിശുദ്ധനും നിങ്ങളെ രക്ഷിപ്പാൻ കഴിയുകയില്ല. ഒരു തീർത്ഥയാത്രയ്ക്കും നിങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുകയില്ല. ഒരു നേർച്ച കാഴ്ചകൾക്കും നിങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുകയില്ല. ഈ ലോകത്ത് മറ്റാർക്കും നിങ്ങളെ സ്വർഗത്തിലെടുത്താൻ കഴിയുകയില്ല. അത് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നവനായ മനുഷ്യപുത്രനായ ക്രിസ്തുവിന് മാത്രമേ പറ്റുകയുള്ളൂ. ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ. യേശുവിലൂടെ അല്ലാതെ, യേശുവാകുന്ന വഴിയിലൂടെ അല്ലാതെ ആരും നിത്യജീവൻ പ്രാപിക്കുന്നില്ല, പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല, സ്വർഗത്തിലെത്തുന്നില്ല എന്ന്. ഇന്നത്തെ സഭകളിലേക്കും സമുദായങ്ങളിലേക്കും നോക്കൂ. ആരെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്? പരിശുദ്ധാത്മാവ് ഇല്ലാത്തതുകൊണ്ടാണ് യേശുവിൽ നിന്നുള്ള ലക്ഷ്യമെല്ലാം മാറിപ്പോകുന്നത്. മറ്റു വിശുദ്ധന്മാരെ ഉയർത്തിക്കൊണ്ട് വരികയാണോ? പുണ്യവാളന്മാരെ, പുണ്യവതികളെ ഉയർത്തിക്കൊണ്ട് വരികയാണോ? പരിശുദ്ധാത്മാവില്ല. പരിശുദ്ധാത്മാവ് വന്നാൽ ഞാൻ പറഞ്ഞ വാക്കുകളെല്ലാം നിങ്ങളെ ഓർമ്മപ്പെടുത്തുമെന്ന് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു. നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ മറ്റൊരു കാര്യസ്ഥനാണ്, അവൻ പാറക്കലത്തെയാണ്. അവൻ വരുമ്പോൾ അവൻ സഹായകനാണ്. ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങളെ ഓർമ്മപ്പെടുത്തുമെന്ന്. ദൈവപുത്രൻ്റെ വാക്കുകൾ ഓർമ്മപ്പെടുത്തുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ ജോലി. ദൈവവചനം ഓർമ്മപ്പെടുത്തുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ ജോലി. ദൈവത്തിന് നമ്മളോട് പറയാനുള്ളത് എന്താണ്? ദൈവത്തിന് പറയാൻ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, എൻ്റെ പുത്രനെ നോക്കുക. തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്നവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സ്നേഹിച്ചു. ദൈവത്തിന് അതേ ഉള്ളൂ, യേശുവിനെ പ്രാപിക്കണം, യേശുവിനെ കൈക്കൊള്ളണം, യേശുവിലേക്ക് നോക്കണം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്ന്. യേശുവിനെ നോക്കിയാൽ പ്രകാശം കിട്ടും. അന്ധകാരം മാറും, പിശാച് മാറും, ഭൂതബാധ മാറും, മദ്യപാനം മാറും, വ്യഭിചാരാസക്തി മാറും, അശുദ്ധി മാറും, ലോകത്തോടുള്ള പറ്റുമാനം മാറും, ദ്രവ്യാഗ്രഹം മാറും, കുറ്റാരോപം മാറും, പരദൂഷണം മാറും, വാവിഷ്ഠാനം മാറും, പിടിച്ചുപറി മാറും, ചതി മാറും, വഞ്ചന മാറും, ദുസ്വഭാവങ്ങളെല്ലാം മാറും, ദുഷ്ടത മാറും, അവിശ്വാസം മാറും. യേശുവിൽ ആശ്രയിക്കണം, യേശുവിൻ്റെ നാമം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പത്രോസും യോഹന്നാനും പറയുന്നത്, മറ്റൊരുവനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല എന്നാണ് അവർ പറയുന്നത്. ഈ പേടിത്തൊണ്ടന്മാരായ ശിഷ്യന്മാർ, അങ്ങനെ ഞാൻ പറയുക, കാരണം അവർ യേശുവിനെ വിട്ട് ഓടിക്കളഞ്ഞവരാണ്. യേശു ക്രിസ്തുവിനെ ക്രൂശിക്കപ്പെടാൻ വേണ്ടിയിട്ട്, യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പട്ടാളക്കാർ വന്നപ്പോൾ ഇവർ 4 പാടും ചിതറി ഓടിയവരാണ്. ആ കൂട്ടത്തിൽ പത്രോസും യോഹന്നാനും ഉണ്ടായിരുന്നു. വീണ്ടും ഭയന്നുപോയ ശിഷ്യന്മാർ പേടിച്ചരണ്ട് എവിടേക്കോ ഒളിച്ചുപോയി. യേശുവിൻ്റെ ക്രൂശിൻ ചോട്ടിൽ യോഹന്നാൻ സ്ലീഹ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പത്രോസോ 3 വട്ടം പ്രാഗിക്കൊണ്ട്, ആണയിട്ടുകൊണ്ട് വെറും ഒരു വേലക്കാരുടെ മുമ്പിൽ പറഞ്ഞു, ഞാൻ അവനെ അറിയുന്നില്ല എന്ന്. ആരെല്ലാം തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളിപ്പറയില്ല എന്നെല്ലാം പറഞ്ഞവനാണ്. പക്ഷേ എങ്ങനെയാണ് അവർക്ക് ഈ ശക്തി ലഭിച്ചത്? അപ്പോസ്തല പ്രവർത്തികൾ 1-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. ക്രൂശിക്കപ്പെട്ടവനായ യേശു ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. ആ കാര്യമാണ് പറയുന്നത്. 40 ദിവസത്തോളം അവരോട് കൂടെ ഉണ്ടായിരുന്നു. ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തു. താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. അവരോടൊപ്പം ഇരുന്ന് ഭക്ഷിച്ചു. അവർക്ക് കൈയും വിലാപ്രവും എല്ലാം കാണിച്ചു കൊടുത്തു. അവർ നോക്കിയപ്പോൾ കൈകൾ കണ്ടു, ആണിപ്പാട് കണ്ടു. കാലുകളിലേക്ക് നോക്കിയപ്പോൾ ആണിപ്പഴുതുകൾ കണ്ടു. അവർ വിലാപ്പുറത്തേക്ക് നോക്കിയപ്പോൾ അവസാനം പടയാളി കുന്തം കൊണ്ട് കുത്തിയതായ മുറിഞ്ഞതായ വിലാപ്പുറം അവർക്ക് കാണിച്ചു കൊടുത്തു. ഞാൻ ഉയർത്തെഴുന്നേറ്റ് നിങ്ങളുടെ മുമ്പാകെ വന്നിരിക്കുകയാണ് എന്ന് പറയുകയാണ്. അവർ വിശ്വസിച്ചു. ആ കൂട്ടത്തിൽ പത്രോസും യോഹന്നാനും എല്ലാം ഉണ്ട്. 4-ാം വാക്യം, അങ്ങനെ അവർ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. ഇനി നിങ്ങൾ എന്നെ വിട്ട് എങ്ങോട്ടും പോകരുത്.
നിങ്ങൾ പേടിച്ചോടി പോകരുത്. നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായിട്ട് കാത്തിരിക്കണം. നോക്കൂ, കർത്താവ് ഒരാളെക്കുറിച്ച് പറയുകയാണ്, ദൈവപുത്രൻ ഒരാളെക്കുറിച്ച് പറയുകയാണ്. അത് തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. പിതാവിൻ്റെ വാഗ്ദത്തത്തിനായിട്ട് ഞാൻ നിങ്ങളോട് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞതായ പിതാവിൻ്റെ വാഗ്ദത്തത്തിനായിട്ട് നിങ്ങൾ കാത്തിരിക്കണം. അടുത്ത വാക്യം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. ദൈവത്തിന് മഹത്വം. നിങ്ങൾക്കറിയാൻ പാടില്ലേ, യോഹന്നാൻ സ്നാപകൻ വന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എന്താണത്? യേശു ക്രിസ്തുവിന് വഴിയൊരുക്കാൻ വന്ന യോഹന്നാൻ സ്നാപകൻ യേശുവിനെക്കുറിച്ച് ജനത്തോട് പറഞ്ഞു. യേശുവിന് വഴിയൊരുക്കാൻ വന്ന യോഹന്നാൻ സ്നാപകൻ യേശുവിനെക്കുറിച്ച് പ്രസംഗിച്ചപ്പോൾ ജനഹൃദയത്തിൽ കുത്തുകൊണ്ടവരായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യേണ്ടെന്ന് ചോദിച്ചു വന്നു. അപ്പോൾ യോഹന്നാൻ സ്നാപകൻ പറയുകയാണ്, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾക്കറിയാമോ, ഞാൻ ശക്തിയുള്ള പ്രവാചകനാണ് നിങ്ങളെല്ലാവരും പറയുന്നില്ലേ? എന്നാൽ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? എന്നേക്കാൾ ബലവാനായവൻ എൻ്റെ പിന്നാലെ വരുന്നുണ്ട്. കുനിഞ്ഞ് അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാനുള്ള യോഗ്യത എനിക്കില്ല. അവൻ്റെ നാമം എൻ്റെ നാവിലൂടെ എടുപ്പാനുള്ള യോഗ്യത എനിക്കില്ല. ഞാൻ പ്രവാചകൻ തന്നെയാണ്, പക്ഷേ എന്നേക്കാൾ ബലവാനായ ഒരുവനുണ്ട്. അവന് വഴിയൊരുക്കാനാണ് ഞാൻ വന്നത്. കുനിഞ്ഞ് അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാനുള്ള യോഗ്യത പോലും എനിക്കില്ല. ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു. എന്നാൽ അവനുണ്ടല്ലോ, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. ദൈവത്തിന് മഹത്വം. യേശുവിനെ കുറിച്ച് പറഞ്ഞതാണ്, പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന്. എന്താണ് സ്നാനം എന്ന് പറഞ്ഞാൽ? കുളിപ്പിക്കുമെന്ന്. ഈ വെള്ളം കൊണ്ട് കുളിപ്പിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ഒഴുകുമെന്ന്. വെള്ളം കൊണ്ട് നമ്മൾ കുളിക്കുമ്പോൾ നമ്മുടെ അവയവങ്ങളിലൂടെ വെള്ളം ഒലിച്ചിറങ്ങുമ്പോൾ നമ്മുടെ അഴുക്കുകളെല്ലാം കഴുകിക്കളയുകയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നാൽ നിങ്ങളുടെ അവയവങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നതായ, ശരീരത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നതായ പിശാചിൻ്റെ സകല അവകാശങ്ങളും തെറിച്ചു പോകും. പരിശുദ്ധാത്മാവ് കൊണ്ടുള്ള കഴുകൽ നിങ്ങൾക്ക് കിട്ടും. പരിശുദ്ധാത്മ സ്നാനം നിങ്ങൾക്ക് വേണമോ? യേശുവാണ് പരിശുദ്ധാത്മ സ്നാനം നൽകുന്നവൻ. ദൈവപുത്രനാണ് പരിശുദ്ധാത്മ സ്നാനം നൽകുന്നവൻ. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കുമെന്ന്. ആ കാര്യമാണ് കർത്താവ് ഓർപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ വായിച്ചു കേട്ടത് 5-ാം വാക്യം, 1-ാം അധ്യായം 5-ാം വാക്യം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. പരിശുദ്ധാത്മാവ് കൊണ്ടുള്ള സ്നാനം, പ്രിയമുള്ളവരെ, അതാണ് പത്രോസ് യോഹന്നാൻ എല്ലാം പ്രാപിച്ചത്. അവർ കാത്തിരുന്നപ്പോൾ, പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കാൻ പറഞ്ഞപ്പോൾ, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായിട്ട് കാത്തിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർ കാത്തിരുന്നു. ആ കാത്തിരുന്ന സമയത്ത് അവർ എന്തായിരിക്കും ചെയ്തത്? അവർ തങ്ങളിലേക്ക് തന്നെ നോക്കിക്കാണും. അവിടെ കരച്ചിലായിരുന്നു പ്രിയമുള്ളവരെ. ആർപ്പുവിളിയുടെ ശബ്ദമൊന്നും ആയിരിക്കുകയില്ല. അവിടെ നെടുവീർപ്പിൻ്റെ ശബ്ദമായിരുന്നു. പത്രോസ് ഓർത്ത് കാണും, അയ്യോ, എൻ്റെ രക്ഷകനെ ഞാൻ തള്ളിപ്പറഞ്ഞല്ലോ, ഇക്കാലം അത്രയും എൻ്റെ ജീവിതം ഞാൻ പാഴാക്കിയല്ലോ. ഞാനിത് പറയുമ്പോൾ ഞാൻ എന്നിലേക്ക് തന്നെ നോക്കുകയാണ് പ്രിയമുള്ളവരെ. ഞാൻ 19-ാമത്തെ വയസ്സിൽ മാനസാന്തരപ്പെട്ടു. 26 വർഷങ്ങൾ കഴിഞ്ഞു. എന്നാൽ ഇന്ന് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ, എൻ്റെ ആത്മീയ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ, ഞാൻ വെറും ഒരു വട്ടപൂജ്യമാണല്ലോ. ഒന്നും എനിക്ക് നേടാനായില്ലല്ലോ കർത്താവേ എന്ന്. ഒരാത്മാവിനെ പോലും എനിക്ക് സമ്പാദിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ദുഃഖം എനിക്കുണ്ട്. കർത്താവ് എന്നെ ഒരുപാട് അനുഗ്രഹിച്ചു. എനിക്ക് മാനസാന്തരം തന്നു. അവനെനിക്ക് വീണ്ടും ജന്മം തന്നു. പുതിയ സൃഷ്ടിയുടെ അനുഭവം ഞാൻ പ്രാപിച്ചു. യേശുവിൻ്റെ സ്നേഹം എൻ്റെ മേൽ പകർന്നതാണ്. പരിശുദ്ധാത്മാവൻ എൻ്റെ മേൽ പകർന്നതാണ്. ഈ പരിശുദ്ധാത്മാവ് ശക്തിയായിട്ട് സുവിശേഷ വേലയ്ക്കെല്ലാം ഓടി. പക്ഷേ എന്നിലേക്ക് നോക്കുമ്പോൾ എൻ്റെ കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ആയില്ലല്ലോ എന്നുള്ള നെടുവീർപ്പാണ് എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ നിന്ന് ഇന്നും ഉയരുന്നത്. ഒരു അവകാശവാദവും ഞങ്ങൾക്ക് പറയാനില്ല പ്രിയമുള്ളവരെ. ദൈവത്തിന് മഹത്വം. ഞങ്ങളിലേക്ക് നോക്കുമ്പോൾ ഞങ്ങൾ കുറ്റങ്ങളും കുറവുകളും ഉള്ളവരാണ്. മനസ്സറിഞ്ഞ് ജീവിതത്തിൽ ഒരു പാപം വരികയില്ല തീരുമാനമുണ്ട്. എന്തെങ്കിലും പാപം വാക്കുകൾ കൊണ്ടോ ചിന്തകൾ കൊണ്ടോ വന്നു പോയാൽ ഉടനെ ദൈവസന്നിധിയിൽ നിന്ന് അനുതപിച്ച് വാവിട്ട് നിലവിളിച്ച് അതെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാറുണ്ട്. എന്നാൽ മഹാപരിശുദ്ധനായ ദൈവത്തിന് മുമ്പാകെ വരുമ്പോൾ നമ്മൾ വെറും കൃമികളല്ലേ പ്രിയമുള്ളവരെ. ദൈവത്തിന് മഹത്വം. നെടുവീർപ്പിട്ട് കരയാനേ തോന്നുകയുള്ളൂ. അന്ന് ആ പെന്തക്കോസ് നാൾ വന്നപ്പോൾ മാളിമുറിയിൽ നെടുവീർപ്പിൻ്റെ ശബ്ദമാണ്, കരച്ചിലുകളുടെ ശബ്ദമാണ്. എല്ലാവരും അവരവരിലേക്ക് നോക്കി വിനയപ്പെടുത്തുകയാണ്, തന്നെത്താൻ താഴ്ത്തുകയാണ്. ഒരു ന്യായീകരണം പറയാൻ പോകുകയില്ല. ഇന്നിപ്പോൾ നടക്കുന്നത് എന്തെല്ലാമാണ്? തമ്മിൽ ന്യായം പറയുകയാണ്, അവകാശങ്ങൾ പറയുകയാണ്. അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ചെയ്തത്, ഇങ്ങനെ ചെയ്യുന്നതിന് കാരണമുണ്ട്, ന്യായമായ കാരണമുണ്ട് എന്ന് പറഞ്ഞിട്ട് സഹോദരനെ കുറ്റപ്പെടുത്തുകയാണ്. ദൈവം പ്രസാദിക്കുകയില്ല. അവനവൻ്റെ കുറ്റം നോക്കൂ, തന്നിലേക്ക് തന്നെ നോക്കൂ,
തന്നെത്താൻ താഴ്ത്തൂ, വിനയപ്പെടൂ. നീരുറവ മുകളിൽ നിന്ന് ഒഴുകി താഴത്തേക്ക് ഒഴുകി വരണമെങ്കിൽ തന്നെത്താൻ താഴ്ത്തിയേ പറ്റുകയുള്ളൂ. പരിശുദ്ധാത്മാവിനായിട്ട് ശിഷ്യന്മാർ കാത്തിരിക്കുകയാണ്. തങ്ങളുടെ പാപങ്ങളെ നോക്കി കണ്ടുപിടിച്ചുകൊണ്ട് ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് അവർ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്നപ്പോഴാണ് പെന്തക്കോസ്ത് നാൾ വന്നതും പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നതും. വലിയൊരു മുഴക്കമുണ്ടായി. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവരുടെ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു പ്രിയമുള്ളവരെയും അവർ കാത്തിരുന്നപ്പോൾ, നിങ്ങൾക്കറിയാമോ, നിങ്ങൾ കാത്തിരിക്കണം. കാത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. നിങ്ങൾക്ക് ജയജീവിതം നയിക്കണമെങ്കിൽ, നിങ്ങൾക്ക് വിശുദ്ധ ജീവിതം നയിക്കണമെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ വാക്കുകളെ നിയന്ത്രിക്കണമെങ്കിൽ, നിങ്ങൾക്ക് വിനയപ്പെടണമെങ്കിൽ, താഴ്മയുടെയും സൗമ്യതയുടെയും സ്വഭാവം പ്രാപിക്കണമെങ്കിൽ, യേശു കാണിച്ചതെന്ന മാതൃക അങ്ങനെയാണല്ലോ. യേശുവിൻ്റെ സ്വഭാവം പ്രാപിക്കണമെങ്കിൽ, ആ വിനയം പ്രാപിക്കണമെങ്കിൽ, ആ എളിമ പ്രാപിക്കണമെങ്കിൽ, ആ താഴ്മ പ്രാപിക്കണമെങ്കിൽ, ആ കാല് കഴുകുന്ന സ്വഭാവം പ്രാപിക്കണമെങ്കിൽ നമ്മളെ തന്നെ താഴ്ത്തി വിനയപ്പെട്ടിരുന്നേ പറ്റുകയുള്ളൂ. അവകാശവാദങ്ങളെല്ലാം താഴെ വയ്ക്കണം. ഒന്നും പറയാനില്ല, ഒന്നും പ്രശംസിക്കാനില്ല. ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരണമെന്ന് പറയുന്നു. ദൈവത്തിന് മഹത്വം. യേശുവിൽ മാത്രം പ്രശംസ. ദൈവത്തിന് മഹത്വം. അങ്ങനെ വരുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് ഒഴുകുകയാണ്. വേദപുസ്തകം പറയുന്നുണ്ട്, യെശയ്യാ പ്രവാചക പുസ്തകം 40 അധ്യായം 30 വാക്യം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നവരെ കുറിച്ച് പറയുന്നുണ്ട്, കാത്തിരുന്ന് പ്രാപിക്കുന്നവരെ കുറിച്ച് പറയുന്നുണ്ട്. വായിക്കാം. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. പ്രിയമുള്ളവരെ, അനേകർ കൂട്ടായ്മയിൽ നിന്ന് പിന്മാറിപ്പോയെന്ന് വന്നേക്കാം. അനേകം പേര് ദൈവ വഴി വിട്ട് പോയെന്ന് വന്നേക്കാം. ഇപ്പോൾ ഈ കൊറോണയ്ക്ക് ശേഷം, കോവിഡ് വന്നതിന് ശേഷം അനേകർ വീട്ടിൽ അടയ്ക്കപ്പെട്ടപ്പോൾ പലരും മൊബൈലുകൾ ഓണാക്കാൻ തുടങ്ങി, ടി വി ഓണാക്കാൻ തുടങ്ങി. ഓണാക്കിക്കൂ, തെറ്റല്ലാത്ത കാര്യങ്ങൾ കാണുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. എന്നാൽ മലിനമായ കാര്യങ്ങൾ കാണാൻ തുടങ്ങുന്നു. ലോകസ്നേഹം അവരിലേക്ക് ഇടിച്ചിറങ്ങുവാൻ തക്കവണ്ണം ലോകക്കാർ നടക്കുന്നത് പോലെ നടക്കാൻ തുടങ്ങുന്നു. ആത്മീയരാണെന്നുള്ള ചിന്ത വിട്ടുപോകുന്നു. എന്നെ വിളിച്ചവനായ ഒരു ദൈവത്തോട് എനിക്ക് വിശ്വസ്തനായിട്ട് നിൽക്കേണ്ടതാണ്, ഞാൻ ആ വിശ്വസ്തത പുലർത്തേണ്ടതാണ്, എന്നെ വിളിച്ചവനോട് എനിക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടവനാണെന്നുള്ള ചിന്ത വിട്ടിട്ട് അനേകരും സുവിശേഷ വേലയിൽ നിന്ന് മാറിപ്പോകുന്നു. ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന കാര്യമാണ്. അനേകരും പല പല കാര്യങ്ങൾ പറഞ്ഞ് കൂട്ടായ്മയിൽ വരാതിരിക്കുന്നു. സഭായോഗങ്ങളെ ഉപേക്ഷയായിട്ട് വിചാരിക്കരുത് എന്ന് ഇബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലൻ പറയുന്നുണ്ട്. പക്ഷേ സഭായോഗങ്ങളെ ഉപേക്ഷിക്കുന്നു. ഞങ്ങളിനി അങ്ങോട്ടില്ല എന്ന് പറയുന്നു. അവർക്ക് പറയാൻ പല കാരണങ്ങളുണ്ടാകും. ഏതെങ്കിലും ദൈവമക്കളുടെ കുറ്റം പറയാനുണ്ടാകും. അവർ കുറ്റമായിട്ട് തെറ്റായിട്ട് ധരിക്കുന്നതെന്ന് അവർ ചിന്തിക്കുന്നില്ല. പിശാച് തെറ്റിദ്ധാരണ കൊണ്ടിരുന്നതാണ്. യേശുവിനെ പോലും തെറ്റിദ്ധരിച്ചില്ലേ പ്രിയമുള്ളവരെ? അന്നത്തെ ജനം യേശുവിനെ തെറ്റിദ്ധരിച്ചു. ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബേസബലിനെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നതെന്ന് അന്നത്തെ ശാസ്ത്രിമാരും മഹാപുരോഹിതന്മാരെല്ലാം പറഞ്ഞപ്പോൾ ജനം തെറ്റായിട്ട് ധരിച്ചു. യേശു ഭൂതഗ്രസ്തന് സൗഖ്യം നൽകി. അപ്പോൾ കർത്താവ് പറയുകയാണ്, ഞാൻ ആത്മാവിലാണ് ഇത് ചെയ്തതെന്ന് നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? ഭൂതങ്ങളുടെ തലവനെ കൊണ്ട് എങ്ങനെയാണ് ഭൂതങ്ങളെ പുറത്താക്കാൻ കഴിയുന്നത്? സാത്താനോട് തന്നെ പോരാടുന്നത് എങ്ങനെയാണ്? സാത്താൻ അവൻ്റെ രാജ്യത്തിൽ എങ്ങനെയാണ് ചിത്രിച്ചിരിക്കാൻ കഴിയുന്നത്? ഞാൻ ഭൂതങ്ങളുടെ തലവനെ കൊണ്ടല്ല, പരിശുദ്ധാത്മാവിനെ കൊണ്ടാണ് ഇത് ചെയ്തത്. പരിശുദ്ധാത്മാവിനെതിരായ പാവം ഇതുതന്നെയാണെന്ന് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു. പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്ന ശുശ്രൂഷകളിൽ ഇന്ന് ആർക്കും കമൻറ്റ് പറയാം. പരിശുദ്ധാത്മാവാണ് വ്യാപരിക്കുന്നെങ്കിൽ അവരത് തിരിച്ചറിയാതെ ആ മനുഷ്യരിലേക്ക് നോക്കിക്കൊണ്ട് എന്തൊക്കെയോ പറയുകയാണ്. അതുകൊണ്ട് പിന്മാറ്റത്തിലേക്ക് പോവുകയാണ്, ഞങ്ങൾ എങ്ങോട്ടുമില്ല എന്ന് പറയുകയാണ്. പ്രിയമുള്ളവർ, തെറ്റാണ്. നിങ്ങളെ വിളിച്ചതാരാണ്? ഈ ലോകത്തെ മനുഷ്യരാരുമല്ല. ഈ ലോകത്തെ മനുഷ്യരെ കാണുമ്പോഴാണ് തെറ്റിപ്പോകുന്നത്. ഈ ലോകത്തിലെ ദേവദാസന്മാരെ കാണുമ്പോഴാണ് തെറ്റിപ്പോകുന്നത്. ദേവദാസന്മാർ മാറിപ്പോയാലും മാറാത്തവനായ ഒരു യേശുവിനെയാണ് നോക്കുന്നതെങ്കിൽ, യേശുവിൻ്റെ മുഖത്തേക്കാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾ തെറ്റിപ്പോകുകയില്ല. എത്രയെല്ലാം മനുഷ്യർ പിന്മാറിപ്പോയാലും, ഏതെല്ലാം വ്യക്തികൾ അരുതാത്ത പ്രവൃത്തികളിലേക്ക് പോയാലും, ദുർനടപ്പിലേക്ക് പോയാലും, അവൻ അങ്ങനെയാണല്ലോ, ആ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് ഇങ്ങനെയാണല്ലോ എന്നൊന്നും പറഞ്ഞ് നമ്മൾ പിന്മാറിപ്പോകരുത്. നമ്മൾ യേശുവിലേക്ക് നോക്കണം. യേശു എന്ത് തെറ്റാണ് ചെയ്തത്? അവനെ കുറ്റം പറഞ്ഞിട്ടും കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ ശാന്തമായിരുന്നില്ലേ? അവന് വേണമെങ്കിൽ ന്യായം പറയാമായിരുന്നല്ലോ. യേശുവിനെതിരെ അപവാദം പറഞ്ഞവർക്കെതിരെ ന്യായം പറഞ്ഞുകൊണ്ട് നടക്കാമായിരുന്നല്ലോ. ഇല്ലല്ലോ പ്രിയമുള്ളവർ, ന്യായം പറയാൻ പോയില്ലല്ലോ. അവൻ കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ ശാന്തമായിട്ടിരിക്കുകയാണ്. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിച്ചില്ല. തൻ്റെ നേരെ കുറ്റം പറഞ്ഞിട്ട് ദീക്ഷണം പറയാൻ പോയില്ല. അവൻ ന്യായമായി വിധിക്കുന്നുവെങ്കിൽ കാര്യം പരമേൽപ്പിക്കുക എത്ര ചെയ്തത്? എല്ലാം പിതാവിൻ്റെ അടുക്കലേക്ക് കൊടുക്കുകയാണ് ചെയ്തത്. പിതാവ് ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. അങ്ങനെ പ്രാർത്ഥിക്കാൻ തോന്നാത്തത് എന്ത്? നമ്മുടെ ഗുരു കാണിച്ചു തന്നതായ വിനയം കാണിക്കാത്തത് എന്ത്? ആരെങ്കിലും തെറ്റിപ്പോയാൽ അവരെ തിരികെ കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തം നമുക്കില്ലേ? നമ്മൾ തെറ്റിപ്പോവുകയാണോ? ഞാൻ മാറിയിരുന്ന് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് സ്വാർത്ഥതയല്ലേ? ഞാൻ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചോളാം, ഞങ്ങൾ എങ്ങോട്ടുമില്ല എന്ന് പറയുന്ന സ്വാർത്ഥതയല്ലേ?
നിന്റെ ചുറ്റിനും അനേകർ കരയുന്നു എന്ന് നീ മറക്കുകയാണ്. അനേകർ വിലപിക്കുകയാണ്. നിങ്ങളുടെ ദേശത്ത് നടക്കുന്ന ആത്മഹത്യകളുടെ കുറ്റം നിങ്ങളുടെ തലമേലാണ് വരാൻ പോകുന്നത്. അവർ യേശുവിനെ അറിയാത്തതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നത്. അവർക്ക് അവസരം ലഭിച്ചില്ല എന്ന് പറയാൻ ഇടവരരുത് പ്രിയമുള്ളവരെ. നിങ്ങളുടെ ദേശത്ത് മദ്യപാനികളുണ്ടെങ്കിൽ, നിങ്ങളുടെ ദേശത്ത് അഴുക്കായി ജീവിതം നയിക്കുന്നവരുണ്ടെങ്കിൽ, വ്യഭിചാരത്തിലേക്ക് പോകുന്നവരുണ്ടെങ്കിൽ, അവരുടെ എല്ലാം കുറ്റം നിങ്ങളുടെ തലമേൽ വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ വിശ്വസ്തരായിട്ട് നിന്നേ പറ്റുകയുള്ളൂ. നിങ്ങൾക്ക് ലഭിച്ചതായ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ പകർന്നു കൊടുക്കണം. കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്ന്. സഹോദര, നിനക്ക് ആശ്വാസം പ്രാപിക്കാൻ ജീവജലം മതി. നിന്റെ ദാഹം മാറാൻ ജീവജലം മതി. എന്നാൽ നിന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ കർത്താവ് ഒഴുക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? അനേകർക്ക് കോരി കുടിപ്പാനാണ്, അനേകർ ആശ്വാസം പ്രാപിപ്പാനാണ്, അനേകർക്ക് പാപബോധം ലഭിപ്പാനാണ്, അനേകർ പശ്ചാത്തപിച്ചുകൊണ്ട് നിങ്ങളുടെ യേശുവിനെ എനിക്കും വേണമെന്ന് പറയാനാണ്. അതിനാണ് നിങ്ങൾക്ക് അനുഭവം തന്നത്. നിങ്ങൾക്ക് കഷ്ടത വന്നപ്പോൾ യേശു നിങ്ങളെ ആശ്വസിപ്പിച്ചത് എന്തിനാണെന്ന് അറിയാമോ? നിന്റെ സഹോദരങ്ങളെ ആശ്വസിപ്പിക്കാനാണ്. സ്വാർത്ഥമതികളായിട്ട് ഇന്ന് അനേകരും കഥകടച്ച് ഞങ്ങളിരുന്ന് പ്രാർത്ഥിച്ചോളാം എന്ന് പറയുകയാണ്. നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവല്ല പ്രിയമുള്ളവരെ. ദൈവത്തിൻ്റെ ആത്മാവുണ്ടെങ്കിൽ ചുറ്റിനുമുള്ള സഹോദരങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കും. വേദന അനുഭവിക്കുന്നവർക്ക് ഒപ്പം നിന്ന് വേദന അനുഭവിക്കും. ആ വേദനയിൽ പങ്കാളിയാകും. കരയുന്നവരോടൊപ്പം കരയും, സന്തോഷിക്കുന്നവരോടൊപ്പം സന്തോഷിക്കും. അതാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. ഇന്ന് അനേകരും കിട്ടിയതുകൊണ്ട് ഞാൻ എന്തൊക്കെയോ ആയി എന്ന് പറഞ്ഞ് നടക്കുകയാണ്. എല്ലാം നഷ്ടപ്പെടും. നിങ്ങളുടെ കയ്യിലെ കത്തിയുടെ മൂർച്ച കൂട്ടിക്കൊണ്ടിരുന്നോളണം. ആ കത്തി ഉപയോഗിച്ചുകൊണ്ടിരുന്നോളണം, അല്ലെങ്കിൽ നശിച്ചു പോകും പ്രിയമുള്ളവരെ, നഷ്ടപ്പെട്ടു പോകും. ദൈവത്തിന് മഹത്വം. ഇവർ ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും. അനേക ബാല്യക്കാരും തളർന്നു കിടക്കുകയാണ്. യൗവനക്കാർ ഇടറി വീഴും. അനേക യൗവനക്കാരും ഇടറിപ്പോവുകയാണ്. കാരണം നിൽക്കേണ്ടുന്നവർ നിൽക്കുന്നില്ല, വിശുദ്ധി ജീവിതം നയിക്കേണ്ടവർ നയിക്കുന്നില്ല, വിശ്വസ്തയോടെ നിൽക്കേണ്ടവർ നിൽക്കുന്നില്ല. അതുകൊണ്ട് ഇന്ന് അനേകരും നാനാ വഴിക്ക് താറുമാറായിട്ട് കിടക്കുകയാണ്. നിങ്ങൾ ഓർക്കൂ, നിങ്ങളുടെ കൂട്ടായ്മയിൽ ബാല്യക്കാരുണ്ട്, നിങ്ങളുടെ ദേശത്തെ യൗവനക്കാരുണ്ട്, ആത്മീയത്തിൽ പിച്ച് വെച്ച് നടക്കുന്നവരുണ്ട്. അവരെ കൈപിടിച്ച് നാം നടത്തേണ്ടതാണ്. അവർ നമ്മളെ നോക്കുമ്പോൾ നമ്മളിലൂടെ യേശുവിനെ കാണാൻ പറ്റുന്നില്ല എങ്കിൽ സഹോദര, നിനക്ക് നഷ്ടമാണ്, ലജ്ജയാണ്. ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. ആർക്കാണ് ശക്തി കിട്ടുന്നത്? ആർക്കാണ് ശക്തി കിട്ടുന്നത്? എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവരാണ് ശക്തിയെ പുതുക്കുന്നത്. അങ്ങനെ കാത്തിരുന്ന് ശക്തി പ്രാപിച്ചാൽ എന്ത് കിട്ടും? അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. ആ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ആരെങ്കിലും കയറുന്നുണ്ടോ? ഇന്ന് യേശുവിനെ അനുഭവിച്ചുകൊണ്ട് യേശുവിൻ്റെ സാക്ഷികളായിട്ട് സമാധാനത്തിൽ ആരെങ്കിലും ജീവിക്കുന്നുണ്ടോ? ഇന്ന് അനേകരും സുവിശേഷ വേല ചെയ്യുന്ന നിങ്ങൾ കാണുന്നുണ്ടോ? അവരുടെ സുവിശേഷ വേലയിൽ ഫലം പുറപ്പെടുവിക്കാൻ അവർക്ക് കഴിയുന്നുണ്ടോ? എന്തുകൊണ്ടാണ്? അവർ കാത്തിരുന്ന് ശക്തിയെ പ്രാപിക്കുന്നത് കൊണ്ടാണ്. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും. അവർ തളർന്നു പോകുകയില്ല, കാരണം അവർ കാത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണ്. ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ക്ഷീണിച്ചു പോകാതെ അവർ നടക്കും. പ്രിയമുള്ളവരെ, നിങ്ങൾ യഹോവയ്ക്കായിട്ട് കാത്തിരിക്കണം. നിങ്ങളാണോ വലിയവൻ, അതോ യഹോവയാണോ വലിയവൻ? നിങ്ങളാണോ വലിയവൻ, അതോ യേശുവാണോ വലിയവൻ? നിങ്ങളാണോ വലിയവൻ, അതോ പരിശുദ്ധാത്മാവാണോ വലിയവൻ? നിങ്ങൾ ഒരു ദാസനെപ്പോലെ, ഒരു ദാസിയെപ്പോലെ, ഒരടിമയെപ്പോലെ യേശുവിൻ്റെ ക്രൂശിൻ ചോട്ടിലേക്ക് വരണം. നിങ്ങളെ തന്നെ താഴ്ത്തണം. കർത്താവേ, എനിക്കിനിയും തിരുത്തുവാനുണ്ട്. ഞാനിതുവരെയും ശരിയായിട്ടില്ല കർത്താവേ, നിൻ്റെ സ്വഭാവം പ്രാപിച്ചിട്ടില്ല. കർത്താവേ, നിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരണമേ എന്ന് പ്രാർത്ഥിക്കണം. ദൈവത്തിന് മഹത്വം. പരിശുദ്ധാത്മാവിനായിട്ട് കാത്തിരിക്കണം. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ധൈര്യം സമ്പാദിച്ചുകൊണ്ട് യേശുവിൻ്റെ അപ്പസ്തലന്മാർ ഓടിയതുപോലെ നാമും ഓടണം. അനേക രക്ഷപ്പെടട്ടെ പ്രിയമുള്ളവരെ. നമ്മുടെ ചുറ്റിനും അനേകരെ നിലവിളിക്കുന്നുണ്ട്. അനേക ഭവനങ്ങളിൽ നിന്ന് നിലവിളി ഉയരുന്നുണ്ട്. ക്യാൻസർ രോഗം മൂലം ബാധ അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന അനേകരുണ്ട്. ദൈവത്തിന് മഹത്വം. അത്യാഹിതങ്ങൾ മൂലം, മക്കൾ വേർപെട്ടത് മൂലം, മക്കൾ അനുസരണക്കേട് കാണിക്കുന്നത് മൂലം, ഭർത്താവിൻ്റെ മദ്യപാനം മൂലം, ജീവിത പങ്കാളിയുടെ ദുസ്വഭാവം മൂലം, പ്രിയമുള്ളവരെ, അനേക ഡൈവോഴ്സുകൾ മൂലം അനേകർ വേദന അനുഭവിക്കുകയാണ്. നമുക്ക് വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. നമുക്ക് കിട്ടിയത് കൊണ്ട് സ്വാർത്ഥമതികളായിട്ടിരിക്കാൻ പാടില്ല പ്രിയമുള്ളവരെ, സ്വാർത്ഥരായിട്ടിരിക്കാൻ പാടില്ല. നമ്മളിലേക്ക് തന്നെ നോക്കി തിരുത്തുവാനുള്ള തിരുത്തി പരിശുദ്ധാത്മാവിനായിട്ട് കാത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ഈ ലോകത്തിൻ്റെ വെളിച്ചമാകാനുള്ളവരാണ് നമ്മൾ. യേശുവിനെ ചൂണ്ടിക്കാണിക്കണം. നിങ്ങൾ പറയണം കർത്താവിനെക്കുറിച്ച്, യേശുവിനെക്കുറിച്ച്. അവൻ കുറ്റം ചെയ്തിട്ടല്ല അവൻ അടികൊണ്ടത്, അവൻ കുറ്റം ചെയ്തിട്ടല്ല അവൻ തുപ്പലേറ്റത്, അവനെ നഗ്നനാക്കിയത് അവൻ ഒരു കുറ്റവും ചെയ്തിട്ടല്ല.
എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾ വഹിച്ചുകൊണ്ടാണ് എന്ന് നിങ്ങൾ പറയണം. ദൈവത്തിന് മഹത്വം. ഞാനാണ് പാപം ചെയ്തത്, ഞാനാണ് അരുതാത്ത വഴികൾ നടന്നത്, പക്ഷേ ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ ദൈവപുത്രനെയാണ് ക്രൂശിച്ചത്. ദൈവത്തിന് മഹത്വം. യേശുവാണ് അറക്കപ്പെട്ടത്, കുരിശിൽ യാഗമായി തീർന്നത്. പ്രിയമുള്ളവരെ, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ന് നിലവിളിച്ചൊരു ശബ്ദം കുരിശിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം. ആ ശബ്ദത്തിന് പിതാവായ ദൈവം മറുപടി കൊടുത്തില്ല. എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ന് ദൈവപുത്രൻ കിടന്ന് നിലവിളിച്ചപ്പോൾ ആ ശബ്ദത്തിന് പിതാവായ ദൈവം മറുപടി കൊടുത്തില്ല. അതിന് മറുപടി പറയേണ്ടത് എന്നെ കേൾക്കുന്ന നിങ്ങളും ഞാനുമാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിന് മഹത്വം. കർത്താവ് എന്തുകൊണ്ടാണ് യേശുവിനെ കൈവിട്ടത്? എൻ്റെ പാപങ്ങൾ യേശുവിൻ്റെ മേൽ ചുമത്തിയപ്പോൾ, നിങ്ങളുടെ അനുസരണക്കേടുകൾ, നിങ്ങളുടെ ഹീനമായ പാപങ്ങൾ അവൻ്റെ മേൽ ചുമത്തിയപ്പോൾ, ആ കൊടൂരമായ പാപം ചുമത്തപ്പെട്ടവനായ യേശു ഒരു കൊടുംപാപിയെപ്പോലെ ക്രൂശന്മേൽ കിടക്കുന്നതാണ് ദൈവം നോക്കുമ്പോൾ കാണുന്നത്. അവനൊരു തെറ്റും ചെയ്തിട്ടില്ല, അവൻ പാപം ചെയ്തിട്ടില്ല. പക്ഷേ അവൻ അറക്കപ്പെട്ട കുഞ്ഞാടായത് മഹാഭാവിയെ എൻ്റെ പാപം ചുമന്നുകൊണ്ടാണ്. ദൈവം പാപം കണ്ടപ്പോൾ, പാപങ്ങൾ മുഴുവനും ചുമന്ന് കിടക്കുന്ന യേശുവിനെ കണ്ടപ്പോൾ ദൈവത്തിൻ്റെ മുഖം പതുക്കെ മാറ്റി. ദൈവത്തിന് മഹത്വം. ദൈവം മഹാപരിശുദ്ധനാണല്ലോ. ദൈവത്തിന് മഹത്വം. എന്നാൽ യേശു ചിന്തിയ രക്തം കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾ മുഴുവനും കഴുകിക്കളയുകയാണ്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആ രക്തം ഇറ്റിറ്റ് വീഴുന്ന കണ്ടിട്ട് പിതാവായ ദൈവം പറഞ്ഞു, ഇവൻ എൻ്റെ മകനാണ്, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുകയാണ്. ഈ രക്തത്തിൽ ആശ്രയിക്കുന്ന ഏവനും പാപമോചനം കിട്ടുകയാണ്. ആ പിതാവായ ദൈവം അങ്ങനെ പറഞ്ഞു കാണും. അത് കേട്ടത് കൊണ്ടാണോ കേൾക്കാത്തത് കൊണ്ടാണോ വലതുഭാഗത്ത് കിടക്കുന്നതായ കള്ളൻ ഏങ്ങലടിച്ച് പൊട്ടിക്കരയാൻ തുടങ്ങി. അതിന് തൊട്ട് മുമ്പ് വരെ അവൻ യേശുവിനെ ദുഷിച്ചവനായിരുന്നു. മാലാഖമാർ അവനെക്കുറിച്ച് എന്ത് പറഞ്ഞു കാണുമെന്ന് അറിയാമോ? 2 കള്ളന്മാരും ദുഷിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇല്ല, 2 പാപികളുടെ നടുക്ക് യേശു ക്രിസ്തു കിടന്നിട്ടും അവന് പാപിയെ നേടാൻ ഒക്കുന്നില്ലയോ? എന്താണ് സംഭവിക്കുന്നത്? ഈ പാപികൾ മാനസാന്തരപ്പെടുന്നില്ലയോ? ദൈവപുത്രന് തൊട്ടടുത്ത് വന്ന് എത്തിയിരിക്കുകയല്ലേ? സകല ആ പാപങ്ങളും മോഹിച്ചു തരാൻ ശക്തിയുള്ള ദൈവപുത്രൻ അടുക്കൽ വന്നിട്ടും ഈ ദുഷ്പ്രവർത്തിക്കാർ എന്തുകൊണ്ട് അനുദപിക്കുന്നില്ല, മാനസാന്തരപ്പെടുന്നില്ല എന്ന് ചിന്തിച്ച് കാണുമോ മാലാഖമാർ? പക്ഷേ അങ്ങനെ ചിന്തിച്ച മാലാഖമാരാണെങ്കിലും അല്പം കഴിഞ്ഞപ്പോൾ അവർ സന്തോഷിക്കാൻ തുടങ്ങി, അവർ ആർത്തുപാടി സ്തുതിക്കാൻ തുടങ്ങി. എന്താണ്? യേശുവിൻ്റെ മുറിവുകളിൽ നിന്ന് രക്തമിറ്റിറ്റ് വീഴുന്നതായ സമയം ഒരു ഭാഗത്ത് കിടക്കുന്നതായ കള്ളന് അനുതാപം വരികയാണ്. അവൻ പറയുകയാണ്, ഞാൻ തെറ്റ് ചെയ്തു, ഞാൻ സമശിക്ഷാവധിയിലായിട്ട് നമ്മൾ ഭയപ്പെടാത്തത് എന്താണ്? ദൈവത്തെ ഭയപ്പെടാത്തത് എന്ത്? എന്നിട്ട് യേശുവിലേക്ക് നോക്കുകയാണ്. കർത്താവേ, ഞാൻ കുറ്റം ചെയ്തവനാണ്, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ എന്ന് പറയുകയാണ്. ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞത്. പ്രിയമുള്ളവരെ, ആ ദുഷ്പ്രവർത്തിക്കാരൻ പറുദീസയ്ക്ക് അവകാശിയായിട്ട് മാറി. അതാണ് യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി. ഏത് പാപവും ക്ഷമിക്കുവാൻ യേശുവിൻ്റെ രക്തം മതിയായതാണെന്ന് നിങ്ങൾ വിശ്വസിക്കണം. യേശുവിന് മോചിക്കാൻ പറ്റാത്ത ഒരു പാപവുമില്ല. പാപമോചനം അവൻ്റെ പക്കലാണ്. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, തലകളെ വണക്കാം. ക്രൂശിൽ നിന്നൊഴുകുന്നതായ രക്തത്തിൻ്റെ ആ തുള്ളികൾ വീഴുന്നതായ ആ കുരിശിൻ ചുവട്ടിലേക്ക് നമുക്കിപ്പോൾ വിശ്വാസത്തോടെ വരാം. നമ്മളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് രക്ഷകൻ അവൻ മാത്രമേ ഉള്ളൂ. പാപികളായ നമ്മളെ ഈ ലോകത്തിൻ്റെ അഴുക്കിൽ നിന്ന്, പിശാചിൻ്റെ പിടിയിൽ നിന്ന്, സാത്താൻ്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷിക്കുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. അവൻ്റെ കുരിശിൻ ചുവട്ടിലേക്ക് വന്നിട്ട് നമുക്ക് ശക്തി പ്രാപിക്കാം. കർത്താവേ, നിൻ്റെ വിലയേറിയ രക്തം കൊണ്ട് ഇപ്പോൾ ഞങ്ങളെ കഴുകണമേ കർത്താവേ. ഞങ്ങൾക്കറിയാം കർത്താവേ, ചരിത്രം പരിശോധിച്ചാൽ കൊടും ക്രൂരന്മാരും അനേക പാപികളും ദുഷ്ടതലമുറയിൽപ്പെട്ടവരും ദുഷ്ടന്മാരും നീചന്മാരുമായവർ അങ്ങയുടെ കുരിശിൻ ചുവട്ടിലേക്ക് വന്ന് മാനസാന്തരപ്പെട്ടത് ഞങ്ങൾക്കറിയാം കർത്താവേ. കൊടും കുറ്റവാളികൾ അങ്ങേ രക്ഷകനും നാഥനുമായിട്ട് ഹൃദയത്തിൽ സ്വീകരിച്ചു. അനേക സ്വർഗത്തിൻ്റെ അവകാശികളായിട്ട് മാറി. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും വടക്ക് നിന്നും അനേകർ വന്ന് ദൈവരാജ്യത്തിൽ പന്തിക്കിരിക്കുമ്പോൾ ഞാൻ പുറന്തള്ളപ്പെട്ടു പോകാതിരിപ്പാൻ ഇപ്പോൾ ഞങ്ങൾ വരികയാണ് കർത്താവേ. അനുതാപഹൃദയത്തോടെ, മറ്റാരുടെയും കുറ്റമല്ല, ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് നോക്കി, കുറ്റങ്ങളിലേക്ക് നോക്കി, ഞങ്ങളുടെ മ്ലേച്ഛതകളെ ഓർത്ത് നെടുവീർപ്പിട്ടുകൊണ്ട് ഇനിയൊരു അവകാശവുമില്ല കർത്താവേ. ഞങ്ങളെ തന്നെ താഴ്ത്തുകയാണ്. ആരുടെയും കുറ്റം പറയാനില്ല, ഒന്നും വിധിക്കാനില്ല കർത്താവേ. ഞങ്ങളെല്ലാം നീതിയുള്ള വിധി വിധിക്കാത്തവരാണ്, കാഴ്ചപ്രകാരം വിധിക്കുന്നതാണ്. എന്നാൽ നീതിയുള്ള വിധി വിധിക്കുന്നവനായ ദൈവപുത്രന് മുമ്പാകെ ഞങ്ങളിപ്പോൾ അനുതാപഹൃദയത്തോടെ വരികയാണ് കർത്താവേ. ഇപ്പോൾ തന്നെയാണ് യഹോവയെ കണ്ടെത്താവുന്ന സമയം, ഇപ്പോൾ തന്നെയാണ് രക്ഷാ ദിവസം. യഹോവ അടുത്തിരിക്കുന്ന സമയം ഇപ്പോഴാണ് കർത്താവേ. നിൻ്റെ വിലയേറിയ രക്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ കർത്താവേ. ആ തിരുരക്തത്തെക്കുറിച്ച് പറയാൻ ഞങ്ങൾ യോഗ്യരല്ല. എന്നാൽ ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാരക്തം കൊണ്ട് ഞങ്ങളിപ്പോൾ കഴുകണമേ. ആരെല്ലാം തങ്ങളെ തന്നെ വിനയപ്പെടുത്തുന്നു, ആരെല്ലാം തങ്ങളെ തന്നെ താഴ്ത്തുന്നു, ആരെല്ലാം തങ്ങളെ തന്നെ എളിമപ്പെടുത്തുന്നു, യേശുവിന് മുമ്പിലേക്ക് വരൂ, പറയൂ, കർത്താവേ, ഞാനൊരു പാപി, നീ മഹാപരിശുദ്ധൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ,
വാഴ്ത്തപ്പെട്ട കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ പകരുന്നതിനായി സ്തോത്രം. പാപത്തെക്കുറിച്ച് ബോധം തരുന്നതിനായി സ്തോത്രം. അറക്കപ്പെട്ട കുഞ്ഞാടെ, നിന്റെ വലിയ രക്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ. ജീവൻ്റെ പുസ്തകത്തിൽ ഞങ്ങളെ പേരെടുത്ത് ചേർക്കണമേ. ഞങ്ങളെ മാത്രമല്ല, ഞങ്ങളിലൂടെ ആരെല്ലാം രക്ഷപ്പെടണം നീ ആഗ്രഹിക്കുന്നു അവരെ എല്ലാം സുവിശേഷം അറിയിപ്പാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. സകലതും ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയുടെ ഘട്ടത്തുരം തരുമാറാകണമേ. ആമേൻ.